മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് 2016 താൻ പുറത്തിറക്കിയ ഡോക്യുമെൻ്ററി പിൻവലിക്കുന്നുവെന്ന് സംവിധായകൻ KR സുഭാഷ്. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുന്നതായിട്ടാണ് സംവിധായകൻ KR സുഭാഷ് 24 പറഞ്ഞത്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും യൂട്യൂബിൽ നിന്ന് ഈ ഡോക്യുമെൻ്ററി പിൻവലിച്ചെന്നും KR സുഭാഷ് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന പിണറായിയെക്കുറിച്ച് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററി ഈ അടുത്ത കാലത്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളില്ലാത്തൊരു മനുഷ്യനായിട്ട് കാണേണ്ടി വന്നു. അവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഡോക്യുമെൻ്ററി പിൻവലിക്കുക എന്നുള്ള സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഞാൻ ചെയ്തു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെയൊക്കെ വെറും എവിടെയും എങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വോയിസ് ഒന്നും ആവണമെന്നില്ല. പക്ഷേ എനിക്കിതിപ്പോൾ ചെയ്താൽ എനിക്കറിയാം എവിടെയെങ്കിലുമൊക്കെ അത് ഒന്ന് കോറും. അത് കോറണം. കാരണം ഈ ഒറ്റയാൻ പോക്കുണ്ടല്ലോ, അതൊരു വ്യക്തിക്ക് ആവാം. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ മുഴുവനും കൊണ്ടുപോയി തൻ്റെ കുടുംബത്തെ കൊണ്ട് കെട്ടി പോകുന്ന നിലപാടുകളെയും ജീവിതത്തെയൊക്കെ മറന്നു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയേ പറ്റൂ. ആ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഓർമ്മപ്പെടുത്താൻ എന്നെ പോലെ പലരും ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥ നിലനിൽക്കും. തൃശ്ശൂർ ശ്രീകൃഷ്ണ കോളേജ് ഉൾപ്പെടെയുള്ള പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ SFIയുടെ പ്രവർത്തകനായിരുന്നു KR സുഭാഷ്. കുറച്ചു കാലം കഴിയുമ്പോഴാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നതും ഡോക്യുമെൻ്ററി സംവിധായകനായി അറിയപ്പെട്ടതും. KR സുഭാഷ് ലാസ്റ്റിൽ അവസാനം പിണറായി വിജയനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതും. ഇപ്പോൾ ആ ഡോക്യുമെൻ്ററിയാണ് അദ്ദേഹം പിൻവലിച്ചു എന്ന് പറയുന്നത്. സൂരജ് സജിയാണ് അദ്ദേഹവുമായി സംസാരിച്ച്. സൂരജ് സജി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, വിവരങ്ങൾ. SKN തൃശൂർ കുറ്റുമുക്ക് സ്വദേശിയായിട്ടുള്ള പ്രമുഖ ഡോക്യുമെന്ററി ഡയറക്ടറായിട്ടുള്ള KR സുഭാഷ് 2016 തെരഞ്ഞെടുപ്പിലാണ് പിണറായി എന്ന ബ്രാൻഡിന് വേണ്ടി ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി അറിയണം പിണറായിയെ യുവതയോട് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നത്. ഈ ഡോക്യുമെന്ററി ചെയ്ത് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഡോക്യുമെന്ററിയുമാണ്. അതോടൊപ്പം തന്നെ അന്ന് CPMന്റെ അടക്കമുള്ള സൈബർ സംഘത്തെ നയിച്ചത് ഇദ്ദേഹമായിരുന്നു. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ CPMന്റെ സോഷ്യൽ മീഡിയയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹം വഹിക്കുകയും ചെയ്തു. അന്ന് അതിന്റെ ഭാഗമായിക്കൊണ്ട് ചെയ്ത ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. മോദിയും പിണറായിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ഡോക്യുമെന്ററി പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായിക്ക് വേണ്ടിയായിരുന്നു താൻ അന്ന് ആ ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് പിണറായി കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മാറിയ സാഹചര്യത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നടക്കം ഈ ഡോക്യുമെന്ററി പിൻവലിക്കുന്നു. ഡോക്യുമെന്ററിക്ക് പലപ്പോഴും അതിൻ്റെ ആധാരമായിട്ടുള്ള അതിൻ്റെ സത്യാവസ്ഥയാണ്. പക്ഷേ ഈ ഡോക്യുമെന്ററിയുടെ സത്യാവസ്ഥ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സത്യത്തിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു എന്ന പശ്ചാത്തലത്തിലാണ് താൻ ഈ ഡോക്യുമെന്ററി പിൻവലിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ഈ ഡോക്യുമെന്ററി നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വിഷമങ്ങളും അദ്ദേഹം ഇന്നലെ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. അതായത് ഈ ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചെയ്യുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ വീഴ്ചകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഈ ഡോക്യുമെന്ററിയിൽ കൃത്യമായി പിണറായിയെ പുകഴ്ത്തുന്ന രീതിയിൽ പിണറായിക്ക് വേണ്ടിയുള്ള ഒരു വാഴ്ത്തുപാട്ടാക്കിക്കൊണ്ട് ഈ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിണറായി ഇന്നത്തെ കാലത്ത് ഒരു നിലപാട് ഇല്ലാത്ത മനുഷ്യനായി മാറുന്നു. മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദനെ പോലെ പ്രമുഖരായ പലരും വന്നിട്ടുണ്ട്. ആ സമയത്ത് VSനൊക്കെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. VSന്റെ മകനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് VS പറഞ്ഞത് ആ മകനെതിരെ അന്വേഷണം നടത്തട്ടെ എന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അതുപോലെ തന്നെ മകന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചുമെല്ലാം വലിയ ആരോപണങ്ങൾ ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലായിരുന്നു പിണറായിക്ക് വേണ്ടി ഡോക്യുമെന്ററി ചെയ്ത. പക്ഷേ ആ മൂല്യം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഡോക്യുമെന്ററി പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു KR സുഭാഷ്. ഡോക്യുമെൻ്ററി സംവിധായകൻ പിണറായിയെ കുറിച്ചെടുത്ത ഡോക്യുമെൻ്ററി യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു എന്നാണ് ഇന്നലെ വന്ന വാർത്ത.